ഇതിന്റെ തലയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളൊരു മുറിവ് കണ്ടോ? ദേഹം ചൂടാകാതിരിക്കാനായിട്ട് ദേഹത്തോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണ്. കുമാര് പോയതിന് ശേഷമുള്ളൂ ഞാൻ അയ്യോ ഇങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ അരാപ്പൈമയുടെ ടാങ്കിന്റെ സൈഡിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരാപ്പൈമയുടെ ടാങ്കിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം സംഭവിച്ചു. എന്നാന്നറിയാവോ? അരാപ്പൈമയുടെ ദേഹത്ത് 2-3 മുറിവ് കാണുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അലിഗേറ്റർ ഗാറിനെ മേടിച്ചായിരുന്നല്ലോ. അതിന് മേടിച്ച് കഴിഞ്ഞാൽ അരാപ്പൈമയുടെ ദേഹത്ത് കുറച്ച് മുറിവ് കാണുന്നു. പപ്പയാണ് ഇത് കണ്ടുപിടിച്ചത്. കാരണം പപ്പയാണ് എല്ലാ ദിവസവും തീറ്റ കൊടുക്കുന്നത്. അതെന്നാ പറ്റിയതായിരിക്കും. പക്ഷേ നിന്നെ കടിക്കോ? എനിക്ക് ഒരു പിടിയില്ല ശരിക്കും എന്നാ സംഭവിച്ചെന്ന് അറിയത്തില്ല കേട്ടോ. അരാപ്പൈമയുടെ ദേഹത്ത് മുറിവുണ്ട്. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിൽക്കടി, നിന്നെ അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നമ്മൾ ഇത്ര നാൾ മേടിച്ച ടീമിൻ്റെ ദേഹത്ത് അങ്ങനെ വലിയ മുറിവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കും ഒരു ക്യൂരിയസ് ആണ് കേട്ടോ ഇത് എന്നാ സംഭവം എന്ന്. അപ്പോൾ ഒന്ന് മാറ്റിക്കപ്പേ, ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങളെ. ഇങ്ങനെ നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മീനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മീൻ അത്യാവശ്യം നല്ല വലുതായി കേട്ടോ. ഇതിന്റെ തലയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളൊരു മുറിവ് കണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ ആ മുറിവ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ തലയുടെ ഭാഗത്ത് മാത്രമല്ല, ഇതിന്റെ വയറിന്റെ അടിയിലൊക്കെ മുറിവ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ സ്ഥലം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ ഇതുണ്ട്, ഇവിടുത്തെ സ്കെയിൽസ് ഒക്കെ പോയിട്ടുണ്ട്. വെള്ളം പറ്റിച്ച് നോക്കാം ഇതിന് എന്നെ സംഭവിച്ചു. ശരിക്കും പറയാം, മമ്മി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ പയ്യുണ്ടല്ലോ നമ്മുടെ അരാപ്പൈമയുടെ ടാങ്കിലെ വെള്ളം വറ്റിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് തന്നായിരുന്നു. അതായത് സമയം കൂടുന്തോറും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്ന ആപ്പിളിന്റെ ഫ്രീ ഷെയർസ് നമ്മൾ തന്നായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മളൊരു മെഗാ ഗിവ് അവേ തരുന്നുണ്ട് കേട്ടോ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനി ആയിട്ടുള്ള ഗൂഗിളിന്റെ ഷെയർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഫ്രീ ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലാണല്ലേ. യൂട്യൂബിനെ ഓൺ ചെയ്യുന്നത് ഗൂഗിൾ ആണ്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫോൺ ഒന്നുകിൽ ആൻഡ്രോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ iOS ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടുന്ന സാധാരണ ഷോപ്പ് ചെയ്യുന്നത്? ആമസോണിൽ നിന്നല്ലേ. നമ്മളെല്ലാവരും നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമയെങ്കിലും കണ്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചോ? ഇതെല്ലാം അമേരിക്കൻ കമ്പനീസ് ആണ് കേട്ടോ. നമ്മൾ നോക്കുവാണെങ്കിലുണ്ടല്ലോ ഈ ഒരു അമേരിക്കൻ കമ്പനികളുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ പലർക്കും ഉണ്ടല്ലോ ഈ ടെസ്ല, ആപ്പിൾ, ആമസോൺ പോലുള്ള കമ്പനികളുടെ ഗ്രോത്തിനെ കുറിച്ച് നല്ല വിശ്വാസമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പലരും ഉണ്ടല്ലോ ഈ കമ്പനികളുടെ ഫൗണ്ടേഴ്സിനെ കണ്ട് ഇൻസ്പയർ ആയ ആൾക്കാരായിരിക്കും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു കമ്പനികളുടെ ഗ്രോത്തിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റിയാലോ? അടിപൊളിയായിരിക്കത്തില്ലേ? നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഇന്ത്യൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ ഈ US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു മേജർ റീസൺ ഉണ്ട്. എന്താണെന്നറിയോ? ഫ്രാക്ഷണൽ ഷെയർസ് കേട്ടോ. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുവാണെങ്കിൽ അതിന്റെ ഫുൾ ഷെയർ നമ്മൾ മേടിക്കണം. പക്ഷേ അമേരിക്കൻ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിന്റെ ഒരു പോർഷൻ നമുക്ക് മേടിക്കേണ്ടി വരും. അതായത് ഫ്രാക്ഷണൽ ഷെയർസ് നമുക്ക് മേടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കുണ്ടല്ലോ പല ബാങ്കുകളും ബ്രോക്കേഴ്സും നമ്മുടെ അടുത്ത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസും അതുപോലെ ഹൈ കമ്മീഷനും പിന്നെ ഹൈ ബ്രോക്കറേജ് ഒക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് INDmoney കേട്ടോ. INDmoney അത് സ്റ്റോക്ക് വിൽക്കുന്നതിനും മേടിക്കുന്നതിനും കമ്മീഷൻ ഇല്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പേപ്പർ വർക്സിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൂടാതെ ഉണ്ടല്ലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ പുറമെ ഉണ്ടല്ലോ നമ്മുടെ US സ്റ്റോക്ക് അക്കൗണ്ട് ലോഡ് ചെയ്യുന്നതിന് ഫ്ലാറ്റ് ചാർജും ഇല്ല കേട്ടോ. ഞാൻ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ കുറെ മാസങ്ങളായിട്ട് INDmoney ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നിങ്ങൾക്കും ഒരു എക്സൈറ്റ്മെന്റ് കാണുമല്ലേ? നിങ്ങൾ ഇത് ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ സൈനപ്പ് ചെയ്യുക, നിങ്ങളുടെ US സ്റ്റോക്ക് അക്കൗണ്ട് നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കുണ്ടല്ലോ നിങ്ങളുടെ റിവാർഡ് സെക്ഷനിൽ നിങ്ങൾക്ക് 250 റുപ്പീസിന്റെ ഗൂഗിളിന്റെ ഫ്രീ സ്റ്റോക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ചെയ്യുമ്പോഴേക്കും FF Google എന്ന് പറയുന്ന നമ്മുടെ കോഡ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ സ്റ്റോക്ക് കിട്ടുന്നതാണ്. അത് കൂടാതെ ഉണ്ടല്ലോ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ US സ്റ്റോക്ക് അക്കൗണ്ട് ഫണ്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം 750 രൂപയുടെ ഫ്രീ ആയിട്ടുള്ള US സ്റ്റോക്ക് കിട്ടുന്നതാണ്. സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ INDmoney ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ US സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുക. അതുകൂടാതെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഈ ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മറ്റവന്റെ പേര് മാറ്റി, അതിന് ഞാൻ ഇനി അലു എന്ന് വിളിക്കത്തില്ല, ഞാൻ അതിന് മുതലേ തന്നെ വിളിക്കുന്നുള്ളൂ. അതിനെ കാണുന്നില്ല. ആക്ച്വലി അവന്റെ ദേഹത്തിന് 2-3 മുറിവുണ്ട്. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് വറ്റിച്ച് നോക്കാം ഇതെന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ഫീഡ് ചെയ്താലോ അല്ലേ. ഇവന്റെ ഫുൾ ആക്ടിവിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ അലിഗേറ്റർ വരുമല്ലോ നമുക്ക് നോക്കാവേ. അതിനുശേഷം വേണം നമുക്ക് ടാങ്ക് വറ്റിക്കാനായിട്ട്. ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ വൃത്തിക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇവന്റെ ആക്ടിവിറ്റി. അതുപോലെ നമുക്ക് നോക്കാം നമ്മുടെ അലിഗേറ്റർ വരുമോ ഇല്ലയോ. ശോഭനൊന്നും അറിയാതെ പോലും അങ്ങോട്ട് ഇട്ടേക്കല്ലേ കേട്ടോ, ഉറപ്പായിട്ടും കടിക്കും. നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒയ്യോ കാണാൻ പറ്റുന്നുണ്ടല്ലേ, കേട്ടെ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവന്റെ ചെകിളയൊക്കെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറെ എണ്ണത്തിന് ഇടാം. അപ്പൊ നമുക്ക് നമ്മുടെ അലിഗേറ്റർ പിടിക്കുന്നുണ്ട് നോക്കാലോ. കുറെ എണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. ഇല്ല, അലിഗേറ്റർ ഇതുവരെ പിടിച്ചിട്ടില്ല. ഞാൻ ഒരുമിച്ചിട്ടതാണ് കേട്ടോ. ഒരു സ്ട്രൈക്ക് ഉണ്ടായല്ലേ. മമ്മി വാക്കൊക്കെ പിടിച്ചു സ്ട്രൈക്ക് കേട്ടോ. അയ്യോ കൈ എടുത്തേക്കാം. ഇല്ല പിടിച്ചില്ല കേട്ടോ. അലിഗേറ്ററിന് മാത്രം കിട്ടിയില്ല. അരാപ്പായ്മ ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ അവളെ അറിയാതെ പോലും കുളത്തിലോട്ട് വീഴില്ല കേട്ടോ.
അവള് കണ്ട് വെള്ളം എല്ലാം കണ്ടിട്ട് ചാടി കഴിഞ്ഞാൽ ചാടി മുതലേ പിടിച്ചോണ്ട് വാടി. അലിഗേറ്റർ അല്ല, മുതല. മുതലയുടെ ചുണ്ടയിൽ കണ്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ടാങ്ക് വറ്റിച്ചിട്ട് നമുക്ക് നോക്കാം ഇവന്മാരുടെ ദേഹത്ത് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള മുറിവുണ്ടെന്ന്. പിടിക്കാം. ഞാനത് കൂടെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നേ. ഞാൻ ഇറങ്ങി നോക്കി അറിയാൻ പറ്റില്ല, കാരണം ഇതിന്റെ വയറിന്റെ അടി മുറിവുണ്ടോ ഇല്ല നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ കൊണ്ടിട്ടപ്പോഴേക്കും ഇവന് ഇത് ഇത്ര നീളമുള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ടാങ്ക് ചെയ്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അത്ര നീളമായി. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വറ്റിക്കാം. അതിന് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഇവിടെ ഒരു ഓപ്പണിംഗ് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഓൺ ചെയ്യുവാണ് കേട്ടോ. ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളിവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പൈപ്പ് നമ്മൾ ഇട്ടേക്കുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? നമ്മുടെ തെങ്ങിന്റെ ചോട്ടിലാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മളിങ്ങനെ മാറ്റി നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിൽ എല്ലാം നനയ്ക്കുവാണ്. അപ്പം മീനിൻ്റെ വേസ്റ്റ് വെള്ളം ആയതുകൊണ്ട് തന്നെ അതിന് ഇഷ്ടം പോലെ അമോണിയ ഉണ്ട്. അതായത് നമ്മുടെ തെങ്ങിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. നമ്മൾ കൂടുതൽ നനയ്ക്കുന്ന ഈ 2 തെങ്ങാണ്, ഈ ഒരു തെങ്ങും ഇതും. ബാക്കി പൈപ്പിന് നീളമില്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കിയൊക്കെ നോർമൽ വെള്ളം വെച്ച് നനയ്ക്കുന്നത് ഇതാണ്. അതുകൊണ്ട് ഈ തെങ്ങിൻ്റെ വളർച്ച ഉണ്ടോ, അങ്ങോട്ടേക്കുള്ള തെങ്ങിനൊക്കെ വളർച്ച കുറവാണ്. ഇത് രണ്ടുമാണ് കൂടുതൽ വളരുന്നത്. അപ്പം നമുക്ക് തോന്നുന്നത് മിക്കവാറും ഇത് അമോണിയ ഉള്ള വെള്ളം ചേർന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. അവിടുത്തെ തെങ്ങിനൊക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിത് ഈ ഒരു പൈപ്പ് ഓപ്പൺ ചെയ്യും. ഇതുണ്ടോ, അപ്പോൾ ഈ ഒരു വെള്ളത്തിന് നല്ല ഫോഴ്സാണ്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ ഒരു തെങ്ങിനൊക്കെ നല്ല വളർച്ചയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന ഈ ഒരു ചെടി ഉണ്ടോ, ഇതിലൊക്കെ ഈ ഒരു വേനലിൻ്റെ സമയത്താണപ്പോൾ നല്ല തളിർത്ത് നല്ല പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു വെള്ളത്തിൻ്റെ തന്നെ ഗുണമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു വെള്ളം പറ്റുന്ന ഗ്യാപ്പിൽ മമ്മി ഞങ്ങൾ പറഞ്ഞു വിടുകയാണ്, ഉച്ചയ്ക്കത്തെ ചോറും കറികളും ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടത്തില്ല, അതുകൊണ്ട് മമ്മി ഒരു അടുക്കളയോട് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളുണ്ടല്ലോ, നമ്മുടെ ഫിൽറ്റർ ടാങ്കിന് ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ നമുക്ക് 2 ടാസ്കും കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചുണ്ടല്ലോ എന്നാ മേടിച്ച് ബ്രീഡിംഗ് ബോക്സ് മേടിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മുടെ കിളിക്കൂട്ടിൽ വെക്കണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹമ്മിങ് ബേർഡ് വരുന്നുണ്ട്. അവനെ എനിക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല. പുള്ളി ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഉണ്ടായി നിൽക്കുന്ന പൂക്കളയിൽ അതെ ഇരിക്കുന്നു. ഇതുണ്ടോ, നമ്മുടെ കിളിക്കൂട്ടിൽ പുറകിൽ 2 കിളികളൊക്കെ ഉണ്ട്. എന്നെ രസം നോക്കി കുറേ എണ്ണമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു കിളിക്കൂണ്ട് ഈ സൈഡിൽ ഇവിടെ ഫുള്ള് പൂക്കളാണ്. ഇതുണ്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവർ തേൻ കുടിക്കാൻ വേണ്ടി വരുന്നതാണേ. ഇതുകൊണ്ടാണേ, ആ ഒരു ചെറിയ പൂവേ ചെയ്തിട്ടാണ് അവർ തേൻ കുടിക്കുന്നത്. ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ക്യാമറ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഒരു കിളി പണ്ട് നമ്മുടെ കിളിക്കൂട്ടി വന്ന് കയറിയതാണ് കേട്ടോ. ഇത് നമ്മുടെ കിളിക്കൂട്ടി വന്നിട്ട് കയറിയിട്ട് ഞങ്ങൾ പിടിച്ചിറക്കിയിടാൻ വേണ്ടി കുറേ നോക്കിയിട്ട് പറ്റില്ല, രാത്രിയിൽ പിടിച്ചിറക്കി വിട്ടല്ലേ. ഇതായത് ഇവർ നോക്കുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇഷ്ടം പോലെ കിളികൾ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മേളിൽ കൂടെ ഇതിനകത്തോട്ട് കയറും, നെറ്റിനകത്തോട്ട് കയറും. എന്നിട്ട് ഞാനും പപ്പയും കൂടിയാണ് രാത്രി ഇതിനെ പിടിച്ച് വിട്ടത് കേട്ടോ. അപ്പോൾ കുറേ കിളികൾ നമുക്കിനി അറിയത്തില്ല, വേറെ വല്ലോ ജാവ പോലത്തെ ഫിഞ്ചസ് ഒക്കെ കയറി അല്ലേ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഫിഞ്ചസിനെ പോലത്തെ ഒരു കിളി കയറി നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ, കാര്യം നമ്മൾ തന്നെ കുറേ ഫിഞ്ചസിനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം അല്ലേ, ഇതിന്റെ മേളിൽ കിളികൾ ഒത്തിരി ഒന്ന് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഫിഞ്ചസിന്റെ ടൈപ്പ് ഒരു കിളി വരാറില്ല ഇടയ്ക്ക് അല്ലേ, ഫിഞ്ചസിനെ പോലെ തന്നെയുള്ള കിളികൾ വരാറുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജസ്റ്റ് നമ്മുടെ ഫിൽറ്റർ ഒന്ന് കാണിച്ചു തരാം. ഫിൽറ്റർ ശരിയാക്കണം കേട്ടോ. നമ്മുടെ കിണറ്റിൽ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുണ്ടല്ലോ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ വർക്കിംഗ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ വീഡിയോ കണ്ടിട്ട്. ഈ ഒരു ഫിൽറ്റർ ഉണ്ടാക്കിയാൽ കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചക്ക തട്ടരുത്, ഇത് കണ്ടോ, നമ്മുടെ ബഡ് പ്ലാവിൽ നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ചക്ക, ഇതിൻ്റെ മേളിൽ ഇവിടെ ഒരു ചക്ക, അങ്ങോട്ടൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫിൽറ്ററിൻ്റെ കുഴപ്പം എന്നായിരുന്നു വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് ടാങ്ക് ഇതാണ്. ഈ ഒരു ടാങ്കിൽ നിന്ന് വെള്ളം കവിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ടാങ്ക് പൊക്കി കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിനകത്ത് വെള്ളം ഒരു കുഴപ്പമില്ല, നല്ല ക്ലിയർ ആണ്. അതായത് ഇതിനകത്ത് ഇത് 2ാമത്തെ ടാങ്കാണ്, ഇതിനകത്ത് വെള്ളം നല്ല ക്ലിയർ ആണ് കേട്ടോ. പക്ഷേ ഇതിനകത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ ഞങ്ങൾ ഇന്നലെ ഒന്ന് ഓപ്പൺ ചെയ്താണ്. അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കാണിക്കാണ്ട്. ഇതുണ്ടോ, ഇതിനകത്ത് ഫുള്ള് ചെളിയാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ കുളത്തിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് അടിഞ്ഞുകൂടിയ ചെളിയാണ്. നമ്മളിത് കൃത്യമായിട്ട് കഴുകുവാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നമ്മൾ കഴുകിയിട്ട് കുറേ നാളായി. ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് പണ്ട് ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞ ആഗ്രഹമുള്ള കാര്യമായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ വരാത്ത വെള്ളത്തിൻ്റെ മേളിൽ ചാടി മീനെ വെട്ടുമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മീൻ എടുത്തിട്ടുണ്ട്. ഇത് ചത്ത മീനാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ വഴി നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്കറിയാം, കോർബൽ എന്ന് പറയും. അരാപ്പൈമ പൊങ്ങി ചാടുമില്ലോ എന്ന് നോക്കാവേ. ഇത് ഓല ആയതുകൊണ്ട് തന്നെ അവൻ്റെ വയറ്റിൽ പോയാലും കുഴപ്പമില്ല. ഒരു മീനിനെ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ട് നമ്മൾ അരാപ്പൈമയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകണം. നമ്മുടെ അരാപ്പൈമ പൊങ്ങി ചാടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കൊണ്ടുവരുവാണേ. എന്നെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല, എന്തൊക്കെയോ സംഭവിച്ചോട്ടോ. അയ്യോ, പുള്ളി പേടിച്ചു പോയി. അവൻ മേളിൽ ഒന്നും വെട്ടിയില്ല. എനിക്ക് തോന്നുന്നത് വെള്ളം ഇത്രയും കുറഞ്ഞോണ്ടായിരിക്കും. വെള്ളം തീരെ കുറഞ്ഞു കേട്ടോ. നമ്മുടെ അലിഗേറ്ററിന് ഒരു വക കിട്ടുന്നില്ല കേട്ടോ, ഒരു സാധനം അലിഗേറ്ററിന് കിട്ടുന്നില്ല. എല്ലാം കഴിക്കുന്ന അരാപ്പൈമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ ഇടുമ്പോഴേക്ക് ഒരു 10-25 എണ്ണത്തിൽ ഒരുമിച്ചിടേണ്ടി വരുമായിരിക്കും. എന്നാലേ ഉള്ളൂ നമ്മൾ അരാപ്പൈമയ്ക്ക് കിട്ടത്തുള്ളൂ, അലിഗേറ്ററിന് കിട്ടത്തുള്ളൂ കേട്ടോ. വെള്ളം ഓൾമോസ്റ്റ് വറ്റി. നമുക്ക് പയ്യെ ഇറങ്ങി നോക്കാവേ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും ഒരു കുഴപ്പവും കാണുന്നില്ല. പക്ഷേ ഈ മുറിവ് എങ്ങനെ വന്നു, അതാണ് നമ്മുടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ പോലെ ഇപ്രാവശ്യം ഇറങ്ങാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. മുതല കടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. എനിക്ക് ഇപ്രാവശ്യം ഇറങ്ങാൻ ശരിക്കും പേടിയുണ്ട്. ചേച്ചി കേട്ടോ,
മുതല വരുന്നത്. അപ്പോൾ ധൈര്യം എനിക്ക് ഇവന്മാരെ നമ്മൾ പേടിപ്പിക്കാതെ പിടിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു 5 കിലോയിൽ കുറയാതെ ഉണ്ട് കേട്ടോ. അത്രയെങ്കിലും വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു ചെയ്തോ, നമ്മുടെ അരാപ്പയ്മയുടെ ചെതുമ്പലാണ് കേട്ടോ. കുറേ നാളായിട്ട് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ചെതുമ്പൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ കട്ട് ചെയ്യാൻ നോക്കി, നല്ല സ്കെലിട്ടൺ ഇതുണ്ടോ, നല്ല സ്റ്റിഫാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ആമസോണിലെ ആൾക്കാരൊക്കെ അവരുടെ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന കമ്മലും മാലയൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചിട്ട് അരാപ്പയ്മയുടെ ചെതുമ്പിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ വെള്ളം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അരാപ്പയ്മയുടെ മേളിലായി. അപ്പോൾ ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്യുവാണ് കേട്ടോ. പൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് അരാപ്പയ്മയുടെ മേള് ഭാഗം വെള്ളത്തിന്റെ മേളിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ പയ്യെ ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയതുപോലെയല്ല, ഞാൻ ഇപ്രാവശ്യം ഗ്ലൗസ് ഇട്ടുകൊണ്ടേ ഇറങ്ങുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 2 കടി കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം അലിഗേറ്റർ ഉണ്ട്. അലിഗേറ്ററിന്റെ സ്വഭാവം എങ്ങനെ നമുക്ക് ഒരു പിടിയില്ല. കടിക്കും, ഉറപ്പായിട്ടും കടിക്കും, അതിന്റെ യാതൊരു സംശയമില്ല. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ സേഫാ, ഒന്നും പറ്റത്തില്ല, കംപ്ലീറ്റ്ലി സേഫ്. കാലം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടല്ലോ വലിയ ധൈര്യശാലിയായിട്ട് ഞാൻ ഇതൊന്നും ഇല്ലാതെ ഇറങ്ങിയത്, ഷൂസ് ഒന്നും ഇല്ലാതെ. ഇപ്രാവശ്യം ചെരുപ്പിട്ടിട്ടുണ്ട്, കാരണം എനിക്ക് പേടിയാണ്, ശരിക്കും പേടിയുണ്ട് കേട്ടോ. അയ്യോ, അപ്പോൾ 2 പേരും എൻ്റെ കാലിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ പിടിക്കുന്ന റിസ്ക്കാണ്, ഉറപ്പായിട്ട് കടിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ അനങ്ങാതെ നിൽക്കുവാണ്. ഇവന്മാർ പോയതിന് ശേഷമുള്ളൂ ഞാൻ. അയ്യോ ശരിക്കും ഉണ്ടല്ലോ, ഇതൊരു 200 കിലോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമുക്കിത് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ മീനുകളെ വളർത്തുന്ന ആൾക്കാർ ഒരു കാരണവശാലും മീനിനെ വളർത്താൻ പറ്റത്തില്ലെങ്കിൽ ആർക്കെങ്കിലും ഫ്രീ ആയിട്ടെങ്കിലും കൊടുക്കുക. നമ്മുടെ വെള്ളത്തിലൊന്നും, ആറ്റിലും പുഴയിലും ഒന്നും കൊണ്ട് ഇടരുത്. കാര്യം ഇത് കണ്ടമാനം വളരും കേട്ടോ. 200 കിലോ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ കുറേ ആൾക്കാർ ചൂണ്ടൊക്കെ ആയിട്ട് പിടിച്ചാൽ നമ്മുടെ ആറ്റിൽ നിന്ന്. ദൈവം എന്തുണ്ടോ, അരാപ്പയും പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഇതിനെ കാണുമ്പോൾ പേടി. അനങ്ങുന്നില്ല. അപ്പോൾ പൈപ്പ് ടേപ്പിങ്ങാണേ. ഫസ്റ്റ് നമുക്ക് നീളം എടുക്കാവേ. ഫസ്റ്റ് ഞാൻ അരാപ്പയ്മയുടെ നീളം എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വേണ്ട, ഒരു ആവറേജ് കണക്കെ എടുക്കുന്നത്. എനിക്ക് കൈ അടുത്തോട്ട് കൊണ്ടുചെല്ലാൻ അത്ര ധൈര്യമില്ല. ഗസ് ചെയ്യാവോ എത്രയാണ്? 34 കൂടെ കൂട്ടി 38 ഇഞ്ച് നീളം കേട്ടോ. 38 ഇഞ്ച് നീളം ഉണ്ട് അവനിപ്പം. ഓക്കെ, അയ്യോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫസ്റ്റ് അലിഗേറ്ററിനെ പിടിക്കാം. അങ്ങോട്ട് തിരിയടാ. എനിക്ക് ജസ്റ്റ് ഇതിന്റെ മുറിവൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് പ്രശ്നമുള്ള വിഷയമുണ്ടല്ലോ, നേരത്തെ ഇറങ്ങിയപ്പോഴേക്ക് ഇവൻ കടിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ധൈര്യമായിട്ട് ഇറങ്ങി. പക്ഷേ ഇപ്രാവശ്യം എനിക്കറിയാം കടി കിട്ടുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്. അയ്യോ ഇവനെന്തിനാ എന്താ പറയായിരുന്നത്? അരാപ്പയെ മാറി, ഞാൻ അലിഗേറ്ററിന് പിടിക്കട്ടെ. ഞാൻ ജസ്റ്റ് അവനെ ഒന്ന് തലോടി. കണ്ടോ കടിച്ചോ? ആ, ഈ ഷൂസ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ വിരലിന് ഉറപ്പായിട്ടും കടി കിട്ടിയാണ്. കണ്ടോ? ഇല്ല, അത് കുഴപ്പമില്ല. വേറെ അതെനിക്ക് മനസ്സിലായി. അത് കടിച്ചതാ. പുറകിന്ന് കടിക്കുന്ന ഒച്ചയാ നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. പക്ഷെ അതെനിക്ക് പ്രശ്നമില്ല, വേദനയില്ല. കണ്ടോ? കടിക്കാനായിട്ടോ, പക്ഷെ വേദന എടുക്കുന്നില്ല. പിന്നെ ഞാൻ ചെരുപ്പിട്ടുണ്ടല്ലോ. അയ്യോ, 3 കടി കടിച്ചു എനിക്കിട്ട്. അയ്യോ, ഞാൻ ഇങ്ങനെ നിൽക്കുവാണേ. ഇത് കണ്ടോണേ, വന്നിട്ട് അനങ്ങാതെ പോയി. ഞാൻ അനങ്ങാതെ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ വെള്ളം കളയാലോ. ഒന്ന് വെച്ച് വെള്ളം കളഞ്ഞേ. നോ രക്ഷ, നമുക്ക് വെള്ളം കളയാതെ വേറെ ഓപ്ഷൻ ഇല്ല. അവൻ എന്നെ തലങ്ങും വിലങ്ങും ഇട്ട് കടിക്കുവാണ് കേട്ടോ. ഇവൻ കടിക്കുന്നില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അലിഗേറ്റർ എന്തായാലും ഞാൻ പിടിക്കും. അരാപ്പയ്മേനെ പിടിക്കാൻ പറ്റുന്നത് ഞാൻ പിടിച്ച നിൽക്കത്തില്ല, അതാണ് പ്രശ്നം.
വെള്ളം കുറച്ച് കളയുമ്പോൾ നമുക്ക് വെള്ളം കുറയുന്നുണ്ട്. അല്ല എനക്കത്തില്ല. ഇത്ര വെള്ളം പിന്നെയും പകുതിയായി. അരാപ്പയ്മയുടെ പുറം ഏകദേശം വെള്ളത്തിന് മേളിലാണ് കേട്ടോ. അവന് തിരിയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം കുറഞ്ഞാലേ ഉള്ളൂ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഞങ്ങൾ അയ്യോ കണ്ട അവനെ ഇതിനെ കടിച്ചു. ഒന്ന് പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ ഇവൻ്റെ ഈ നടപ്പ് കണ്ടിട്ട് പെരുമ്പാമ്പ് നടക്കുന്നത്. ഞാൻ എങ്ങനെ വന്ന് പിടിക്കാനായിട്ടാ? അയ്യോ ഈ രണ്ടന്മാരെന്തിനാ ഒരുമിച്ച് കിടക്കുന്നത്? നീ അങ്ങോട്ട് പോടാ. തലയിടിച്ചാ പേടിച്ചിട്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ടോ. ഇവൻ്റെ ഇവിടുത്തെ കുറച്ച് സ്കെയിൽസ് ഒക്കെ പോയിട്ടുണ്ട്. ഇതുണ്ടോ? ഇതൊക്കെ എങ്ങനെ പോയതാണ് നമുക്കൊരു പിടിയില്ല. കടിച്ചോ? ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായി കാണും നമുക്ക് അടിക്കോ ഇല്ലയെന്ന്. ഞാൻ തമാശ പറയുന്നതല്ല, ക്ലിക്ക് ബൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അലിഗേറ്ററിനെ ഒറ്റയ്ക്കൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ. ബാടാ അലിഗേറ്ററെ. ഞാൻ കയറുവാണ് കേട്ടോ. ഇത് നടക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ഇവൻ കടിച്ചു കഴിഞ്ഞാൽ കടിക്കുന്ന നമുക്കൊരു ഫിയർ ഫാക്ടറാണ്. അപ്പോൾ ദേഹത്തിന് അടിയിൽ മുറിവുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ തലയിലെ മുറിവ് നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ കുറേ സ്കെയിൽസും പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അലിഗേറ്റർ നോക്കുവാണെങ്കിൽ അലിഗേറ്ററിൻ്റെ ചുണ്ടിൻ്റെ ഇവിടെ ഇതുണ്ടോ കാണാൻ പറ്റിയില്ല. അവൻ്റെ ചുണ്ടിൻ്റെ മേളിൽ ഒരു ചെറിയ വെള്ളപ്പാടും വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ ഭിത്തിയിലൊക്കെ ഒന്ന് ഇടിച്ചായിരിക്കും കേട്ടോ. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഈ വെള്ളം ഓൺ ചെയ്തപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ അരാപ്പയ്മയുടെ ദേഹം വെള്ളത്തിൻ്റെ മേളിലാണ്. അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് വെള്ളം തുറന്നു വിടാൻ വേണ്ടി പോകണം കേട്ടോ. തുറന്നു വിടുമ്പോഴേക്കും നമ്മൾ അവൻ്റെ ദേഹത്തേക്ക് അടിച്ചു കൊടുക്കുവാണേ. ഇതുണ്ടോ, ദേഹം ചൂടാകാതിരിക്കാനായിട്ട് ദേഹത്തോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ എനിക്ക് 2 കടി കിട്ടിയുള്ളായിരുന്നു. ഇപ്രാവശ്യം ഇറങ്ങിയപ്പോൾ ഒരു 8 കടിയെങ്കിലും അല്ലേ മിനിമം കിട്ടുന്നു തോന്നുന്നു. നമ്മുടെ വീഡിയോ കണ്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. എനിക്ക് പോലും അറിയത്തില്ല എത്രയാണ് കിട്ടിയത്. പുറകെ കടിക്കുമായിരുന്നു. എന്താണെങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അരാപ്പയ്മ കടിക്കും, അലിഗേറ്ററും കടിക്കും. അപ്പോൾ ഇവന്മാരുടെ ദേഹത്തുണ്ടായിരിക്കുന്ന മുറിവുകൾ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചുണ്ടായ മുറിവുകളാണ്. അതായത് ഇവർക്ക് ചിലപ്പം ആദ്യത്തെ 2 ദിവസമായിരിക്കും കടി ഉണ്ടായിരുന്നത് അല്ലേ. ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞു ഈ പറഞ്ഞ ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ്ങിന്റെ സമയത്ത് ഗ്രില്ലെ ഒന്ന് ഇടിച്ച് ദേഹം മുറിയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ മുറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ അരാപ്പയ്മയുടെ. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യം ഇത്രയും വെള്ളം ഇടുന്നുള്ളൂ. വെള്ളം കുറയ്ക്കുവാണ് കേട്ടോ നമ്മുടെ ടാങ്കിലെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചാനൽ അടുത്ത വീഡിയോ പുറകെ വരുന്നതാണ്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേപ്പാൾ ഭൂട്ടാൻ ഫിഷിങ്ങിന് പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരും. ശോഭേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുവാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സ്പെൻഡിങ് എല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇതെല്ലാം പോസിബിൾ ആണ് കേട്ടോ. INDmoney എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട്, അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് എല്ലാം നമ്മുടെ US സ്റ്റോക്ക് ഷെയർസ് ആയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ആമസോണിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴേക്കും അതിന്റെ കൂട്ടത്തിൽ ആമസോണിന്റെ സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലോ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഇപ്പോൾ തന്നെ ഏകദേശം 4 മില്യൺ ഇന്ത്യൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടല്ലോ INDmoney എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് FF Google എന്ന് പറയുന്ന നമ്മുടെ കോഡ് എൻ്റർ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ഗൂഗിളിന്റെ ഫ്രീ സ്റ്റോക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ക്ലെയിം ചെയ്യുക. കൂടാതെ ഉണ്ടല്ലോ നിങ്ങൾ ആദ്യമായിട്ട് ഫണ്ട് ചെയ്യുമ്പോഴേക്കും മറക്കണ്ട, നിങ്ങൾക്ക് 750 റുപ്പീസിന്റെ US സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയും. ഷാവേ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയേ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം.